ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ സർക്കാർ പൂർണ്ണമായും പാകിസ്ഥാൻ നിയന്ത്രണത്തിലാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ISIയുടെ തലവന്മാർ എത്തിയിട്ടുണ്ട് എന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തുവിട്ടതാണ്. അതായത് ISI ഭീകരർ, ISI ചാരസംഘടനയിലുള്ള തലവന്മാർ അവിടെ എത്തുമെന്നുള്ള വാർത്ത. എന്നാൽ ഇപ്പോൾ അവരവിടെ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇവരൊരു മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ മിഷന്റെ പേര് മിഷൻ നോർത്ത് ഈസ്റ്റ് എന്നാണ്. അതായത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മിഷനാണ് മിഷൻ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതിനായി ISI ചാരസംഘടനയുടെ തലവന്മാർ ബംഗ്ലാദേശുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പോരാത്തതിന് കൊടും ഭീകരനായിട്ടുള്ള ഉൾഫയുടെ തലവനെ മോചിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഇവർ നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പാകിസ്ഥാന്റെ ISIയുടെ ഒരു സംഘം ഇപ്പോൾ ബംഗ്ലാദേശിൽ തമ്പടിക്കുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം മിഷൻ നോർത്ത് ഈസ്റ്റ് ആണ്. ISIയുടെ തലവനായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അസീം മാലിക് ആണ് ഈ സംഘത്തെ നയിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചൈനയുമായി അടുപ്പമുള്ള പാകിസ്ഥാന്റെ മേജർ ജനറൽ ആയിട്ടുള്ള ഷഹീദ് അമീർ അഫ്സലും ഇവരുടെ കൂടെയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ ബംഗ്ലാദേശ് ഡയറക്ടർ ജനറൽ ഫോറിൻ ഇൻവെസ്റ്റിഗേഷനുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്റലിജൻസ് ഓപ്പറേഷൻ ലീഡർ മേജർ ജനറൽ അലാം അമീർ അവാനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പ്രധാനമായും പാക് ISI നേതാക്കൾ അവിടെ തടവിലാക്കപ്പെട്ട ഉൾഫ കമാൻഡർ പരേഷ് ബരൂവയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് ഇതിൽ സുപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. ഈ പരേഷ് ബരൂവെ എന്ന് പറയുന്നത് ഉൾഫയുടെ വലിയ ഭീകരനാണ്. ഇദ്ദേഹത്തെ തടവിലാക്കിയിരിക്കുകയാണ്. ഉൾഫ എന്ന് പറയുന്നത് യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ആണ്. ഇന്ത്യയിൽ നിന്ന് എന്നോ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഇത്. വിമത സംഘടനയാണ്. ഇന്ത്യയിൽ തീവ്രവാദം വളർത്തുക, വിഘടനവാദം വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് ഇന്ത്യയിൽ നിന്ന് ഇവരെ പുറത്താക്കിയത്. ബംഗ്ലാദേശിലേക്ക് ഇവർ കടന്നപ്പോൾ അവിടെ ഷെയ്ഖ് ഹസീന ഇയാളെ പിടിച്ച് ജയിലിൽ ഇടുകയായിരുന്നു. അങ്ങനെയുള്ള ആളുമായിട്ടാണ് ഇവർ ചർച്ച നടത്തിയത്. ചർച്ച നടത്തിയപ്പോൾ തന്നെ നോർത്ത് ഈസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടനയും അവിടുത്തെ ഭൂപ്രദേശങ്ങളും ജിയോ പൊളിറ്റിക്സും അവിടെയുള്ള സെൻസിറ്റീവ് ഏരിയകളും, അതായത് പ്രശ്നബാധിത പ്രദേശങ്ങൾ, എത്രയും വേഗം ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രദേശങ്ങളും ഇവർക്ക് കൃത്യമായി ലഭിച്ചു, ഇയാൾ പറഞ്ഞു കൊടുത്തു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശിന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ഭീകര സംഘടനയായ ഉൾഫയുടെ പരിശീലന ക്യാമ്പുകൾ വീണ്ടും തുറന്നിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പരേഷ് ബരൂവയുടെ നിർദ്ദേശപ്രകാരം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. മണിപ്പൂരൊക്കെ കത്തിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. ഉൾഫയുടെ ഈ ക്യാമ്പുകൾ ബംഗ്ലാദേശിലെ കസലോങ് നദിക്കരയിലുള്ള കസലോങ് റിസർവ് വനമേഖലയ്ക്ക് ചുറ്റുമാണെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. പോരാത്തതിന് ബഗൈച്ചാരി, ഉപസില, ദിഖിനല പ്രദേശങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. നേരത്തെ ഭീകര സംഘടനയായ ഉൾഫയുടെ എല്ലാ പരിശീലന ക്യാമ്പുകളും ഷെയ്ഖ് ഹസീന സർക്കാർ അമർച്ച ചെയ്തിരുന്നു, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ സർക്കാരാണ് ഈ ഉൾഫ കമാൻഡറായിട്ടുള്ള പരേഷ് ബരൂവയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത്. അവിടെ വിചാരണക്കിടയെ ഇയാളെ വധശിക്ഷയ്ക്കും വിധിച്ചിരുന്നു. എന്നാൽ ഇയാളുടെ വധശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നത് മുഹമ്മദ് യൂനിസ് അധികാരത്തിലെത്തിയപ്പോഴാണ്, അദ്ദേഹത്തിന്റെ ഇടക്കാല സർക്കാർ അവിടെ വന്നപ്പോഴാണ്. എന്ത് തന്നെയായിരുന്നാലും 14 വർഷമായി ശിക്ഷ ഇയാളുടെ വെറും 14 വർഷമായി ഇയാളുടെ ശിക്ഷ കുറച്ചിട്ടുമുണ്ട്. വധശിക്ഷ ഇല്ല എന്ന് മാത്രമല്ല 14 വർഷത്തിൽ ഇയാൾ പുറത്തിറങ്ങാനും സാധിക്കും. ഇതിന് പിന്നാലെയാണ് ഇയാളുടെ തീവ്രവാദ സംഘടനയായ ഉൾഫ വീണ്ടും സജീവമാകുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിൽ കലാപമുണ്ടാക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അറിയാൻ സാധിക്കുന്നു. എന്തായാലും ഇന്ത്യ വലിയ ആശങ്കയിലാണ്. ഒരുപാട് ഇന്ത്യൻ സൈന്യത്തിന് ഇനി ചെയ്യാനുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.